ആഫ്റ്റർ പ്ലസ് ടു പാരാമെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഡയാലിസിസ് എന്ന് പറയാം അല്ലെ. 3+1 ഇയർ ഇന്റേൺഷിപ്പോട് കൂടിയുള്ള ഈ ഒരു കോഴ്സ് കേരളത്തിലും പുറത്തും ഒട്ടനവധി കോളേജസിൽ ഇന്ന് അവൈലബിൾ ആയി വരുന്നുണ്ട്. വളരെ അഫോർഡബിൾ ഫീസിൽ പഠിക്കാൻ പറ്റിയ ഒരു കോഴ്സ് തന്നെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ 3+1 ഇയർ ആണ് ഇതിന്റെ ഒരു കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. നമ്മൾ ഒരു കോളേജ് സെലക്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഇതൊരു മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ളതായതുകൊണ്ട് നമ്മുടെ ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉള്ള കോളേജ് ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇയർ വൈസ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് പോസ്റ്റിംഗ് ആയാലും പ്ലേസ്മെന്റ് ആയാലും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്ന കോളേജിലെ ഹോസ്പിറ്റലിലെ എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡഡ് ആണോ എന്നുള്ള കാര്യവും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബെഡ് സ്പേസ് എങ്ങനെയാണ്, പേഷ്യന്റ് ഫ്ലോ എങ്ങനെയാണ്, മറ്റെല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇൻസൈഡ് ക്യാമ്പസിൽ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസും മെസ് ഫെസിലിറ്റീസും ഒക്കെ അവൈലബിൾ ആണോ എന്ന്, ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഉണ്ടോ. ഇപ്പം നമ്മൾ കേരളയിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസ് ആണ്, ഔട്ട്സൈഡ് കേരളയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കേരള ഫുഡ് അവൈലബിൾ ആണോ, ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. ഡയാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു മെഷീൻ യൂസ് ചെയ്ത് ഹ്യൂമൻ ബോഡിയിലെ ബ്ലഡിനെ നമ്മൾ ഫിൽട്ടർ ചെയ്യുക അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സിൽ ഡയാലിസിസ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള എല്ലാ ഒരു സബ്ജക്റ്റുകളും ഇൻക്ലൂഡഡ് ആയിരിക്കും. കൂടാതെ തന്നെ സയൻസ് സബ്ജക്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള മൈക്രോബയോളജി, ബയോ കെമിസ്ട്രി, അനാട്ടമി, ഇതിനൊക്കെ വളരെ ഡെപ്ത് ആയിട്ടും ഈ ഒരു കോഴ്സിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കോഴ്സ് നമ്മൾ കേരളത്തിലാണ് നോക്കണമെന്നുണ്ടെങ്കിൽ LBS ത്രൂ ആയിരിക്കും നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക. LBS അലോട്ട്മെന്റ് ത്രൂ ആയിരിക്കും നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത്. ഇനി ഔട്ട്സൈഡ് കേരളയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. മറ്റ് എൻട്രൻസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് ഇതിന്റെ ഫീസ് സ്ട്രക്ചർ വരുന്നത് ഇപ്പൊ ഒരു മിനിമം നമ്മൾ ഒരു ആവറേജ് ഫീസ് വരുന്നത് 4 to 5 lakh ആണ് ഇതിന്റെ ഒരു ഫീസ് സ്ട്രക്ചർ വരുന്നത്. ഡയാലിസിസ് കഴിഞ്ഞ് ഏതൊക്കെ ഫീൽഡിൽ നമുക്ക് ജോബ് കിട്ടാമെന്ന് ചോദിച്ചാൽ മെഡിക്കൽ ഫീൽഡില്, റിസർച്ച് ഫീൽഡില്, എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ധാരാളം ഉണ്ട്. അതും ഹൈ സാലറിയാണ് നമുക്ക് അവർ ഓഫർ ചെയ്യുന്നത്. ഇനി എബ്രോഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് തന്നെ അറിയാലോ, മെഡിക്കൽ റിലേറ്റഡ് ഫീൽഡിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈ സാലറി നമുക്ക് എബ്രോഡ് കിട്ടുന്നതാണ്. അപ്പം ഈ ഒരു ഡയാലിസിസ് എന്നുള്ള ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.